താങ്ക് യു സമത് ഭായ്, താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കളെ, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത ഈ ഗാദറിങ്ങിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നിറപ്പകിട്ട് നൽകാൻ ഈ മഹാനായ കലാകാരന്റെ സാന്നിധ്യം നമുക്ക് കിട്ടിയ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കേരള സമാജത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. സമർത്ഥമായ ഈ വിരുന്നിന് ശേഷം നിങ്ങൾക്കല്പം മധുരം തരാൻ പോകുന്നു. ഒരു പാട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നന്ദ നിങ്ങൾക്ക് വേണ്ടി പാടും. നോ എക്സ്ക്യൂസസ് നന്ദ, പ്ലീസ് കം. ബോറാവും ഈ വിമല. കം ഓൺ, ചെല്ലുന്നേ പ്ലീസ്. നല്ല പണിയാ കാണിച്ചു. കിട്ടിയ ചാൻസ് കളയണ്ട, വെച്ച് കാച്ച്. तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं. ആരാ ഡോക്ടർ? അത് നന്ദ, എന്റെ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. കോളേജിൽ ജൂനിയർ ആയിരുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. ഫെമിനിലൊക്കെ എഴുതാറുണ്ട് നന്ദ മേനോൻ എന്ന പേരില്. ആ, कभी कभी मेरे दिल में ख्याल आता है कि जैसे बजती है लहरों में सुहाग रात है, ला 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 सिमट रही है अपनी बाहों में. कभी कभी मेरे दिल में ला ला ला. എത്രയോ കാലമായി എനിക്കിതുപോലെ ഒരു ഈവനിങ് കിട്ടിയിട്ട്. ബാംഗ്ലൂറും നിന്റെ കമ്പനിയും കൂടി എന്തോ വലിയ റിലീഫ്. ഞാനാണെങ്കിൽ ബോറടിച്ച് നാശായിരിക്കായിരുന്നു. എന്നും ഒരുപോലെ തന്നെ. രോഗികളെ മാറുന്നുള്ളൂ, രോഗങ്ങൾ സെയിം, മൊണോട്ടനസ്. നിന്നെ കെട്ടിക്കാൻ ശ്രമമൊന്നും നടക്കുന്നില്ലേ? എടോ, ഞാനൊരു തകർന്ന പ്രണയകഥയിലെ നായികയാണെന്നുള്ള കാര്യം മറന്നോ? ഓ, മറക്കാറായില്ലേ? അത് കോളേജ് ലൈഫിന്റെ ഒരു ചളിപ്പായിട്ട് വിട്ടൂടെ? നിനക്കറിയാഞ്ഞിട്ടാ. അതിന്റെ ഒരു ഓർമ്മ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അതൊരു രസാ. നിനക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാ. എന്തോ എനിക്കറിയില്ല. നിന്റെയൊക്കെ എക്സ്പീരിയൻസ് അടുത്തുനിന്ന് മനസ്സിലാക്കിയപ്പോ ഇതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് തോന്നിയില്ല. ഞാൻ ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് അച്ഛൻ? ജീവിച്ചിരിപ്പുണ്ട് എന്നേ ഉള്ളൂ. മമ്മിയുടെ കൂടെ ഡാഡി മരിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. എന്നെ ആകെ മറന്നതുപോലെ ഒന്നും സംസാരിക്കാറില്ല. 24 മണിക്കൂർ മരുന്ന് കുടിക്കും. ഇങ്ങനെ പോയാലോ? വൈറ്റ് ഫീൽഡിലെ വീട് ഡിസ്പോസ് ചെയ്ത് ഇവിടെ സിറ്റിയിലെങ്ങാനും സെറ്റിൽ ചെയ്യാൻ പറഞ്ഞൂടെ? ചിലപ്പോ അത് വലിയ ചേഞ്ച് ഉണ്ടാക്കും. നടക്കില്ല. ആ വീട് വിട്ട് ഡാഡി പുറത്തിറങ്ങില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി. ഇപ്പൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല. ഇനിയുള്ള ദിവസങ്ങൾ മനസ്സിന് തോന്നും പോലെ ജീവിച്ചു തീർക്കാനാണെങ്കിൽ ആയിക്കോട്ടെ. എന്നാലും നിന്നെ മറന്ന് ഡാഡി ഇങ്ങനെ പോയാൽ എനിക്കതിലൊരു സങ്കടമില്ല വിമല. എനിക്കൊരു പരാതിയില്ല ജീവിതത്തോട്. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. ഒരു എയിം, അതിന്റെ പേരിൽ ജീവിക്കാലോ. അങ്ങനെയൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഭംഗിയായതൊന്നും അങ്ങ് അവസാനിപ്പിക്കണം. വിഡിത്തം പറയുന്നോ?
നീ എവിടെയെങ്കിലും ഒരു ജോബിന് ട്രൈ ചെയ്യേ. ഇവിടെ ബാംഗ്ലൂർ തന്നെ. ഐഡിയ ഉണ്ട്, നോക്കട്ടെ. കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ മറക്കാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. നിങ്ങൾ ഉറങ്ങിക്കോളൂ, രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ. നീ നാളെയും കൂടെ ബോറടിക്ക്. പിന്നെ 2 ദിവസം ഞാൻ ലീവ് എടുക്കാം. ഓക്കെ? Hey. 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 Get up. Morning. മോർണിംഗ്. നീ നേരത്തെ എണീറ്റോ? യെസ്, ചായ കൊണ്ടൊന്ന് വിളിക്കാന്ന് കരുതി. എന്താ പ്രോഗ്രാം? നീ പുറത്തേക്കുണ്ടോ? പകല് മുഴുവനും വെറുതെ സിറ്റിയിലൂടെ തെണ്ടാം. നീ പോകുന്ന വഴി എവിടെയെങ്കിലും ഇറക്കിയാൽ മതി. പഴയ വഴിയിലൂടെ വെറുതെ ഒന്ന് നടക്കാം. ഒരു നൊസ്റ്റാൾജിക് ലൈൻ. യെസ്. പേപ്പർ എത്താറായില്ലേ? ഡോറിൽ കാണും. എന്താ അത്? അറിയില്ല, പേപ്പറിന്റെ കൂടെ ഉണ്ടായിരുന്നു. മൈ ഗുഡ്നസ്. ഏയ്, ഇത് നോക്കൂ. ഇതാരും ഉണ്ടിട്ടു? ഫോട്ടോ എടുത്ത് അറിഞ്ഞില്ല. നിന്റെ പാട്ട് കേട്ട് വീണ ഫാൻസ് ആരെങ്കിലും എടുത്തായിരിക്കും. പിന്നെ പാട്ട് കേട്ട് വീണു. എനിവേ, ഗുഡ് ഫോട്ടോഗ്രാഫ്സ്. ഏയ്, ഇത് നോക്ക്. സൂപ്പർബല്ലേ? ഓക്കെ, സീ യു. ഞാൻ അധികം ലേറ്റാവാതെ എത്താം. ശരി, ബൈ. ബൈ. മാഡം, താങ്ക്സ്. എക്സ്ക്യൂസ് മീ. Nothing. I'm sorry. कभी कभी എനിക്ക് എന്തോ ശരിക്കും സംശയമായിരുന്നു, ആരോ ഫോളോ ചെയ്യുന്ന പോലെ. നിനക്കെന്താ വല്ല അസുഖമുണ്ടോ? ആർക്കാ നിന്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ ഭ്രാന്ത്? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ? അപ്പൊ ഇന്ന് രാവിലെ കിട്ടിയ ഫോട്ടോഗ്രാഫ്സോ? അത് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ആരെങ്കിലും പ്രോഗ്രാമിന് വന്നവർ ഒരു തമാശക്ക് ചെയ്താവും. ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. നീ ആ സമയം കൊണ്ട് ഈ പ്ലോട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്ക്. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പുറകെ ക്യാമറയുമായി ഒരു അജ്ഞാതൻ. നല്ലൊരു കഥ എഴുതാം.
ആരാ വന്നത്? അവൻ തന്നെ. ആളെ കണ്ടോ? ഇല്ല, ഒരു ബൈക്ക് സ്റ്റാർട്ടായി പോണത് കണ്ടു. നോക്കട്ടെ. ഫോട്ടോസിനൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മൈ ഗോഡ്, എന്തിനായിരിക്കും ഇത്? എനിക്ക് പേടിയാവുന്നു. പുറത്തിറങ്ങിയാൽ ഒരാൾ ഇങ്ങനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ പോലീസിലെ കംപ്ലൈന്റ് ചെയ്താലോ? ഏയ്, അതൊന്നും വേണ്ട. ഉപദ്രവമൊന്നുമില്ലല്ലോ. നല്ല നല്ല ഫോട്ടോഗ്രാഫ്സ്. നമുക്കേ ഒരു ആൽബം ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇയാളൊന്ന് കണ്ടുപിടിക്കണമല്ലോ. പിടിക്കും. Excuse me. Have you processed these photographs here? Did we process this? No, sir. No, madam. Sorry. Thank you. ഹലോ വിമല. യെസ്, ഞാൻ അതാ വന്നു. ഇല്ല, ഒരുമിച്ച് കഴിക്കാം. ഏയ്, ഒരു ക്ലൂ ഇല്ല. ഞാൻ വന്നിട്ടെല്ലാം പറയാം. कभी कभी मेरे दिल में Down, quick.